ഫസ്റ്റ് മൊഡ്യൂളിൽ 2 ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്ററാണ് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. ഇതിൽ നമ്മൾ 2.1ഉം 2.2ഉം 2.3 എടുത്തു. 2.4 സിലബസിൽ ഇല്ല എന്നാണ് നമ്മൾ ആ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട്. ഓക്കെ, ഇത് നമുക്കില്ല. പിന്നെ ഇതിലുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇന്റർപോളേഷൻ ആൻഡ് പോളിനോമിയൽ അപ്രോക്സിമേഷൻ. ഇതാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ, പോളിനോമിയൽ അപ്രോക്സിമേഷൻ. ഇതിൽ നമുക്ക് 3.1 ഉണ്ട്, 3.3 ഉണ്ട്, 3.2 നമുക്ക് സിലബസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3.1 പറയുന്നത് ഇന്റർപോളേഷൻ ആൻഡ് ലഗ്രാഞ്ചെ പോളിനോമിയൽ ആണ്. ഇന്റർപോളേഷൻ ആൻഡ് ലഗ്രാഞ്ചെ പോളിനോമിയൽ ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് ഡിവൈഡഡ് ഡിഫറൻസ്. അപ്പൊ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി എടുക്കാൻ പോണത് ഈ ചാപ്റ്റർ ആണ് കേട്ടോ, ഇന്റർപോളേഷൻ ആൻഡ് പോളിനോമിയൽ അപ്രോക്സിമേഷൻ. അപ്പൊ നോട്ട് 11 നോക്കാം. Interpolation and Lagrange and the Lagrange polynomial. Interpolation Lagrange polynomial. ബോർഡ് ക്ലിയർ ഉണ്ടോ? ഓക്കെ, ഇന്റർപോളേഷൻ ആൻഡ് ലഗ്രാഞ്ചെ പോളിനോമിയൽ. അപ്പോൾ ഒരു പോളിനോമിയലിന്റെ ഫോം എങ്ങനെയാണ്? ഒരു ജനറൽ പോളിനോമിയലിന്റെ ഫോം എങ്ങനെയാണ്? Pn of x ഈക്വൽ ടു an x raised to n plus an minus 1 x raised to n minus 1 plus an minus 2 x raised to n minus 2 plus etc plus എന്താണ് a1x plus a0 അല്ലേ? ഇവിടെ n എന്താണ്? n ഈസ് നോൺ നെഗറ്റീവ്. പിന്നെ a0 a1 എക്സെട്ര an ഒക്കെ എന്താണ്? കോൺസ്റ്റൻസ് അല്ലേ, റിയൽ കോൺസ്റ്റൻസ്. അപ്പോൾ പോളിനോമിയലിന്റെ ഫോം എങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? Pn of x is a ക്ലാസ് ഓഫ് ഫങ്ഷൻസ് ആണ് അല്ലേ? ക്ലാസ് ഓഫ് ഫങ്ഷൻസ് മാപ്പ് ഫ്രം റിയൽ ടു റിയൽ, റിയൽ നമ്പറിന്ന് റിയൽ നമ്പറിലോട്ട്. പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾജിബ്രൈക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലാസ് ഓഫ് ഫങ്ഷൻസ് മാപ്പ് ഫ്രം റിയൽ ടു റിയൽ. ഓക്കെ, അതായത് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഫുൾ ആൻഡ് വെൽ നോൺ ക്ലാസ്സസ് ഓഫ് ഫങ്ഷൻസ് മാപ്പിംഗ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇൻ ടു ഇറ്റ് സെൽഫ് ഇസ് ദ ആൾജിബ്രൈക് പോളിനോമിയൽ. അതിൻ്റെ ഫോമാണ് Pn of x equal to an x raised to n plus an minus 1 x raised to n minus 1 plus an minus 2 x raised to n minus 2 plus etc plus a1x plus a0. ഓക്കെ, അപ്പോൾ നമ്മൾ പോളിനോമിയൽ എന്താന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ഈ പോളിനോമിയൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നമ്മുടെ ചാപ്റ്റർ എന്താണ്? ഇന്റർപോളേഷൻ ആൻഡ് ലഗ്രാഞ്ച് പോളിനോമിയൽ. ഇന്റർപോളേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ പോളിനോമിയലിന് ഇത്ര ഇമ്പോർട്ടൻസ് നോക്കാം. അതിൻ്റെ ഒരു റീസൺ ആണ് why polynomial is important. ഒന്നാമത്തെ റീസൺ ആണ് എന്താണ്? they uniformly approximate continuous function.
കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് എന്താണ്, given any function defined and continuous on a closed and bounded interval, there exists a polynomial that is close to the given function as desired. The given function as desired. Okay, അതായത് നമ്മൾ പറഞ്ഞ എന്തുകൊണ്ടാണ് പോളിനോമിയൽസ് ഇമ്പോർട്ടൻ്റ് ആയത്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോളിനോമിയൽസിനെ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ തരികയാണെന്നുണ്ടെങ്കിൽ ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആവണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ, ആ ഫംഗ്ഷൻ എന്താണ്, ഈ ആ പോളിനോമിയൽ ക്ലോസ് ടു ദ ആ ഫംഗ്ഷൻ ആവണം. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ cos x തന്നെ കണ്ടിന്യൂസ് ആണ്, ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ് അല്ലേ. ഓക്കെ, ഈ cos x ന് എങ്ങനെ എഴുതാം, പോളിനോമിയലിന്റെ ഫോമിൽ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എഴുതിക്കൂടെ. അതുപോലെ സൈൻ എക്സിന് എനിക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എഴുതിക്കൂടെ. അതായത് നമ്മൾ എന്താണ്, ഈ പോളിനോമിയൽ, ഇതൊരു പോളിനോമിയൽ അല്ലേ, പോളിനോമിയലിന്റെ ഫോം എന്താന്ന് പറഞ്ഞാൽ Pn of x ഈക്വൽ ടു an x raised to n minus 1 plus an minus 1 x raised n minus 1 plus an minus 2 x raised to n minus 2 plus etc plus a1 x plus a naught അല്ലേ. ഇതെന്താണ്, ഒരു പോളിനോമിയൽ ആണല്ലേ. ഈ പോളിനോമിയലിനെ നമുക്ക് എന്താ വെച്ചാൽ എന്ത് ചെയ്താൽ ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ടുള്ള എന്താണ് ഈ cos x ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ പോളിനോമിയൽ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം ദേ യൂണിഫോംലി അപ്രോക്സിമേറ്റ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ഓക്കെ, എല്ലാ ഫംഗ്ഷനും നമുക്ക് അങ്ങനെ പറ്റണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പൊ പറഞ്ഞ ഈ ഒരു റിസൾട്ടിനെ നമ്മളൊന്ന് എന്ത് ചെയ്യാണ്, എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. വെയ്സ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറി ആയിട്ട് നമ്മൾ പറയാൻ പോവാണ്. ഇപ്പൊ പറഞ്ഞ ഈ റിസൾട്ടിനെ ഒന്ന് നല്ല രൂപത്തിൽ പറയാൻ പോവാണ്. ഓക്കെ, നമുക്ക് എന്താണ് ഈ പോളിനോമിയലിനെ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിനൊന്ന് വൃത്തിക്ക് പറയാൻ പോവാണ്. തിയറം നോക്കാം, വെയ്സ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം. Weierstrass approximation theorem. Theorem എന്താ പറയുന്നത്? Suppose f is defined and continuous on closed AB for each
epsilon greater than 0, there exists a polynomial. There exists a polynomial p of x. There exists a polynomial p of x with the property that mod f of x minus p of x less than epsilon for all x in AB. For all x in AB. Okay, ഇതാണ് തിയറം പറയുന്നത്. സപ്പോസ് എഫ് എന്താണ് ഡിഫൈൻ ആൻഡ് കണ്ടിന്യൂസ് ആണ് ഈ ക്ലോസ്ഡ് ബൗണ്ടറി ഇന്റർവെല്ലിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എപ്സിലോൺ എക്സിസ്റ്റ് ചെയ്യും. ഫോർ ഏതൊരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊരു പോളിനോമിയൽ പി ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ, അതായത് എന്താണ്, നമ്മൾ ആ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഈ പോളിനോമിയലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാൾ ചെറുതാക്കുക. അതായത് എന്താണ്, ഈ പോളിനോമിയൽ നമുക്ക് ഈ ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, അപ്രോക്സിമേറ്റ് ചെയ്യാന്ന്. ഓക്കെ, എഫ് ആ പറഞ്ഞ കാര്യത്തിന് ഒന്ന് തിയറാക്കി പറഞ്ഞതാണ്. എഫ് എന്താണ്, കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ബി ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് വിത്ത് ദ പ്രോപ്പർട്ടി ദാറ്റ് എഫ് ഓഫ് എക്സ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എക്സ് ഇൻ എ ബി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെങ്ങനെ എഴുതാം, മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എങ്ങനെ എഴുതാം, മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എഴുതി കൂടെ. ഈ എഫ് ഓഫ് എക്സിനെ ഞാൻ പുറത്ത് എടുക്കാൻ പോകണം. അപ്പോൾ എന്ത് വരും, മൈനസ് എപ്സിലോൺ മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ എന്താണ് എപ്സിലോൺ മൈനസ് എഫ് ഓഫ് എക്സ് വരും അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യും, ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഇതെന്തായി മാറും, എഫ് ഓഫ് എക്സ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ പി ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് എപ്സിലോൺ എന്നാവൂലേ. ഓക്കെ, അപ്പൊ നമ്മളിതിനെ ഒന്ന് ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, ഇത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതെന്താണ്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എപ്സിലോണും ഇത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എപ്സിലോണും. ഓക്കെ, ആ ഒരു ഇത് നമ്മളെന്താണ് പോളിനോമിയൽ. ഇത് നമ്മുടെ y ഈക്വൽ ടു പി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലായിരിക്കും എഫ് ഓഫ് എക്സ് പ്ലസ് എപ്സിലോണിൻ്റെയും എഫ് ഓഫ് എക്സ് മൈനസ് എപ്സിലോണിൻ്റെയും ഈ ഒരു ഇൻ ബിറ്റ്വീനിലായിരിക്കും നമ്മൾ ഈ പി ഓഫ് എക്സ്, അതായത് ഈ എന്താണ് ഓക്കെ ഫംഗ്ഷൻ എഫിനെ പോളിനോമിയലിനെ നമുക്ക് ഈ ഫംഗ്ഷൻ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ വെയ്സ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം പറയുന്നത്. ഓക്കെ, അതിന് പ്രൂഫൊന്നുമില്ല നോട്ടിൽ, സോറി നമ്മൾ ടെക്സ്റ്റിൽ അതിൻ്റെ പ്രൂഫൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു റീസൺ പറഞ്ഞു എന്തുകൊണ്ടാണ് പോളിനോമിയൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളതിന് ഒരു റീസൺ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ റീസൺ നോക്കുക. ഒരു റീസൺ എന്താണ്, നമുക്ക് പോളിനോമിയൽസിനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ റീസൺ കണ്ടിന്യൂസ്. രണ്ടാമത്തെ റീസൺ, സെക്കൻഡ് റീസൺ എന്തുകൊണ്ടാണ് പോളിനോമിയൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളതിൻ്റെ സെക്കൻഡ് റീസൺ നോക്കുക. എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷനെ നമ്മൾ പോളിനോമിയൽ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും എന്തായിട്ട് വരും, നമുക്ക് ഈസി ആയിട്ട് വരും
ഇൻ്റഗ്രേഷനും അതുപോലെ എന്താണ് ഡിഫറൻസിയേഷനും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പോളിനോമിയലിനെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആക്കി അപ്രോക്സിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഫസ്റ്റ് റീസൺ. രണ്ടാമത്തെ എന്താണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും എന്തായിരിക്കും ഈസി ആയിരിക്കും എന്നാണ് സെക്കൻഡ് റീസൺ. നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും ഡിഫറൻഷിയേറ്റ് ചെയ്യും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, എഗെയിൻ നമുക്ക് എന്തായിരിക്കും ഒരു പോളിനോമിയൽ ആയിരിക്കും കിട്ടുക. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കോസ് എക്സ് സൈൻ എക്സിന് എടുത്തു. സൈൻ എക്സിൻ്റെ നമുക്ക് പോളിനോമിയലായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നല്ലേ. ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് വരും, എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും അല്ലേ. എക്സ് ക്യൂബിന് ചെയ്യുമ്പോൾ 3x² എന്ന് വരും. പിന്നെ ബൈ 3 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ആരാണ് 6 അല്ലേ. പിന്നെ പ്ലസ് എക്സ് റേസ് ടു 5 ചെയ്യുമ്പോൾ 5x റേസ് ടു 4 ബൈ ഈ 5 ഫാക്ടോറിയൽ ആരാ 25 അല്ലേ അല്ലേ. സോറി 5 ഫാക്ടോറിയൽ 120 അല്ലേ 120 മൈനസ് എക്സ് റേസ് ടു 7 ചെയ്യുമ്പോൾ 7x റേസ് ടു 6 അല്ലേ ഡിവൈഡ് ബൈ 7 ഫാക്ടോറിയൽ 5040. ഇനി നമ്മൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 1 മൈനസ് 3നും 6നും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും അല്ലേ. x² ബൈ 2 പ്ലസ് 5നും 120നും കട്ട് ചെയ്യുമ്പോൾ 24 വരും. മൈനസ് എക്സ് റേസ് ടു 6 7നും 5040നും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 720 എന്ന് വരും. പ്ലസ് എക്സെട്ര വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 1 മൈനസ് x² ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ വരും അല്ലേ എക്സെട്ര. ഇതാരാണ്, കോസ് എക്സ് അല്ലേ. അപ്പം സൈൻ എക്സ് നമ്മൾ എന്താണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കോസ് എക്സ് കിട്ടും അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ഇങ്ങനെ പോളിനോമിയലിനെ നമ്മളിങ്ങനെ എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും അതുപോലെ എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈസിയാണ്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് ടൈലർ പോളിനോമിയൽസ് എന്താണ്. ടൈലർ പോളിനോമിയൽസ് എന്താണ്, ടൈലർ പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ ടൈലർ പോളിനോമിയൽസ് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ന്യൂമറിക്കൽ അനാലിസിസിന്റെ. ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ന്യൂമറിക്കൽ അനാലിസിസ്. ഓക്കെ, ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ടൈലർ പോളിനോമിയൽസ്. നമ്മൾ ന്യൂമറിക്കൽ അനാലിസിസിന്റെ ഒരു ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഓക്കെ, ഇനി ടൈലർ പോളിനോമിയൽസ് നമുക്ക് എന്താ തരിക, ഒരു ഗിവൺ പോയിന്റിൽ നമ്മൾ എന്നിട്ടുള്ള ആ ഫംഗ്ഷൻ സ്പെസിഫിക് പോയിന്റിലുള്ളത് നമുക്ക് തരാൻ പറ്റും അല്ലേ. അപ്പോൾ ടൈലർ പോളിനോമിയൽസ് എന്താണ്, ടൈലർ പോളിനോമിയൽസ് ഗിവൺ ഫംഗ്ഷൻ at a specific point like എന്താണ് ടൈലർ പോളിനോമിയലിന്റെ ഫോം എങ്ങനെ, f of x equal to f of x naught plus f dash of x naught by 1 factorial into x minus x naught plus f double dash of x naught into x minus x naught all square by 2 factorial plus f triple dash of x naught into x minus x naught whole cube by 3 factorial plus etc. അല്ലേ. അതിന് നമ്മളൊന്ന് ആക്ട് ചെയ്താൽ സമ്മേഷൻ n from 0 to infinity fn of x naught by n factorial x minus x naught all raised to n.
നമുക്ക് എന്താ തരാം, ഗിവൺ പോയിന്റ് എക്സ് നോട്ടിലാണ് തരാം അല്ലേ. നമ്മൾ ടൈലർ പോളിനോമിയൽ കാൽക്കുലേറ്റ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു 2, എക്സ് നോട്ട് ഈക്വൽ ടു 3, നമുക്ക് അങ്ങനെയാണ് ഉള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പോയിന്റിൽ മാത്രമേ ആ പോയിന്റിന്റെ സറൗണ്ടിങ്ങിൽ ഉള്ള ഇത് നമുക്ക് തരുള്ളൂ. ഓക്കെ, they concentrate their accuracy near that point. Okay, അപ്പോൾ ഒരു ഗുഡ് അപ്രോക്സിമേറ്റിംഗ് പോളിനോമിയൽ നീഡ്സ് ടു പ്രൊവൈഡ് എ റിലേറ്റീവ് ആക്യുറസി ഓവർ ആൻ എൻറ്റയർ ഇന്റർവെൽ. ഒരു നല്ലൊരു അപ്രോക്സിമേറ്റിംഗ് പോളിനോമിയൽ നമുക്ക് എന്ത് തരും, ആ ഒരു ഇന്റർവെല്ലിൽ മൊത്തമായിട്ട് നമുക്ക് എന്ത് തരും, ഇത് തരും അല്ലേ. പക്ഷെ എന്താണ് നമ്മൾ ഈ ടൈലർ പോളിനോമിയൽ അങ്ങനെയല്ല, അപ്പോൾ ആ ഒരു പോയിന്റിന്റെ ആ സറൗണ്ടിങ്ങിൽ മാത്രമേ തരുള്ളൂ, എൻറ്റയർ ഇന്റർവെല്ലിൽ നമുക്ക് കിട്ടൂല. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. അങ്ങനെ f of x equal to e raised to x at x not equal to 0 എന്നുള്ള എന്താണ് ഈ ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് 6 ടൈലർ പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് 6 ടൈലർ പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ ഇവിടെ e raised to x അല്ലേ, അപ്പൊ f ഡാഷ് എന്താണ് വരിക, e raised to x, f ഡബിൾ ഡാഷ് എന്ത് വരിക, e raised to x, f ട്രിപ്പിൾ ഡാഷ് എന്ത് വരിക, e raised to x അല്ലേ, എല്ലാം e raised to x ആണ്. ഇനി f ഡാഷ് ഓഫ് 0 ഇവിടെ അറ്റ് 0 അല്ലേ, എന്താ പറയുക, e raised to 0 1 വരിക അല്ലേ. അതുപോലെ f ഡബിൾ ഡാഷ് ഓഫ് 0 എന്താ വരിക, 1 വരിക. f ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 എന്താ വരിക, 1 വരിക അല്ലേ. എല്ലാം 1 ആണ്. ഓക്കെ, അപ്പൊ എന്താണ്, since the derivatives of f of x are all e raised to x which evaluated at x not equal to 0 gives 1. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ടൈലിൽ പോളിനോമിയൽസ് എടുക്കാൻ പോകണം. p raised to x എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, 1 plus x square by 2 factorial plus x cube by 3 factorial plus x raised to 4 by 4 factorial plus etc. എന്ന് എഴുതാം അല്ലേ. p naught of x എന്ന് പറഞ്ഞാൽ ആരാണ്, 1 അല്ലേ. p1 of x ആരാ, 1 plus x. p2 of x ആരാ, 1 plus x square by 2 factorial. p3 of x ആരാ, 1 plus x square by 2 factorial plus x cube by 3 factorial. Okay, p4 of x ആരാ, 1 plus x square by 2 factorial plus x cube by 3 factorial plus x raised to 4 by 4 factorial. p5 of x ആരാ, 1 plus x square by 2 factorial plus x cube by 3 factorial plus x raised to 4 by 4 factorial plus x raised to 5 by 5 factorial. Okay, ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ e raised to x ന്റെ ഗ്രാഫ് എന്താ വരിക, അതല്ലേ y equal to e raised to x. ഇനി p naught of x എന്താ, 1 അല്ലേ. അപ്പോൾ എന്താണ്, ഇതല്ലേ p naught of x വരിക, y equal to p naught of x. ഇനി അടുത്ത നമ്മൾ 1 plus x ന്റെ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും അല്ലേ, ഇത് p1 of x. അടുത്ത നമ്മൾ ഇതെന്താ, p2 of x, p3 of x, p4 of x, p5 of x. അപ്പോൾ ഡിഗ്രി ഇങ്ങനെ കൂടി വരും തോറും ഇപ്പോൾ p naught of x വരുമ്പോൾ 1, നമുക്ക് ഇതാ വന്നത് അല്ലേ, നമ്മൾ e raised to x പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ പോളിനോമിയലിനെ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് p naught of x 1 ആണ്, അപ്പോൾ നമുക്ക് ഇതാണ് വരുന്നത്. p1 of x ആണ് 1 plus x ആണ്, അപ്പോൾ കുറച്ചുകൂടെ അടുത്തെത്തി. പിന്നെ 1 plus p2 of x 1 plus x square by 2, അപ്പോൾ കുറച്ചുകൂടെ
പിന്നെ P3, P4, P5 നമ്മൾ ഡിഗ്രി കൂടുന്തോറും ഇതെന്താണ് ഇതിൻ്റെ ആക്യുറസി കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. Even for the higher degree polynomial, the error become progressively worse as we move away from 0. Although better approximations are obtained for f of x equal to e raised to x if higher degree Taylor polynomials are used. This is not true for all functions. Okay, അപ്പോൾ നമ്മൾ എന്താണ് ഡിഗ്രി കൂടുന്തോറും നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ ഇയാളെ നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്താണ് ഇതിൻ്റെ ആക്യുറസി കൂടി വരികയാണ് അല്ലേ. പക്ഷേ എല്ലാ ഫംഗ്ഷൻ്റെ കേസിലും നമുക്ക് ഇങ്ങനെ കിട്ടണമെന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് അടുത്ത് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ഡിഗ്രി കൂടുന്തോറും നമുക്ക് എന്ത് കിട്ടി ഇതിൻ്റെ ആക്യുറസി കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ബെറ്റർ അപ്രോക്സിമേഷൻസ് കിട്ടുകയാണ് അല്ലേ. നമ്മൾ ഈ പോളിനോമിയൽസ് വെച്ചിട്ട് നമുക്ക് ബെറ്റർ അപ്രോക്സിമേഷൻസ് കിട്ടുകയാണ്. പക്ഷേ നമുക്ക് എല്ലാ കേസിലും ഇങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് 1/x കൺസിഡർ ചെയ്യാണ്. എബൌട്ട് എക്സ് നോട്ട് ഈക്വൽ ടു 1 നമുക്ക് എഫ് ഓഫ് 3 കാണണം. എഫ് ഓഫ് 3 ഇവിടെ നമ്മൾ എക്സിന് 3 കൊടുക്കുമ്പോൾ നമുക്ക് 1/3 അല്ലേ. ഈ എഫ് ഓഫ് 3 ഈക്വൽ ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഇവിടെ ആരാ എഫ് ഓഫ് എക്സ് ആരാ 1/x. ഇതിന് നമുക്ക് എക്സ് റേസ് ടു -1 എഴുതിക്കൂടെ. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് ആരാ -1 ഇൻറ്റു എക്സ് റേസ് ടു -1 അല്ലേ. അപ്പോൾ മൈനസ് എക്സ് റേസ് ടു -2 വരും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ത് വരും -1 ഹോൾ സ്ക്വയർ ഇൻറ്റു 2x റേസ് ടു -3 എന്ന് വരും. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം, ഇൻ ജനറൽ ഈ എഫ് കെ ഓഫ് എക്സ് ഈക്വൽ ടു -1 ഹോൾ റേസ് ടു കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു -k-1 ജനറലി നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ. ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് ഏത് രൂപത്തിൽ വരിക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇപ്പോൾ എഫ് ഓഫ് 1 ഇവിടെ എബൌട്ട് എക്സ് നോട്ട് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ ടൈലർ ആ ഇതെന്ത് വരിക എഫ് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് 1 ഇൻറ്റു എക്സ് -1/1 ഫാക്ടോറിയൽ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 ഇൻറ്റു എക്സ് -1 ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, സമ്മേഷൻ കെ ഫ്രം 0 ടു ഇൻഫിനിറ്റി എഫ് കെ ഓഫ് 1 അല്ലേ, അറ്റ് 1 1/k ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് -1 റേസ് ടു കെ എന്ന് പറയാം. ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ ടൈലർ സീരീസ് ആ വരിക. പിന്നെ ഈ പോളിനോമിയൽ വരുമ്പോൾ എന്ത് വരും, ടൈലർ പോളിനോമിയൽ എന്താ വരിക, ടൈലർ പോളിനോമിയൽ എന്ത് വരും, ഇവിടെ സീരീസ് ആകുമ്പോൾ ഇൻഫിനിറ്റി വരെ വരും അല്ലേ. പോളിനോമിയൽ ആകുമ്പോൾ ഇവിടെ n വരെ വരും. Pn ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും, സമ്മേഷൻ k from 0 to n fk of 1/k factorial into x -1 raised to k. ഇനി നോക്കാം, നമ്മൾ എഫ് കെ ഓഫ് എക്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, -1 റേസ് ടു കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു -k-1 എന്നല്ലേ. അപ്പോൾ നമുക്കിവിടെ എഫ് കെ ഓഫ് 1 ഉണ്ട് അല്ലേ. അപ്പോൾ എഫ് കെ ഓഫ് 1 എന്താ വരിക, എഫ് കെ ഓഫ് 1 എന്ത് വരും, എക്സ് ഉള്ളടത്ത് 1 കൊടുക്കുക. അപ്പോൾ -1 ഹോൾ റേസ് ടു കെ ഇൻറ്റു കെ ഫാക്ടോറിയൽ ഇൻറ്റു 1 റേസ് ടു -k-1 അല്ലേ. അപ്പോൾ -1 റേസ് ടു കെ
കെ ഫാക്ടോറിയൽ 1 റേസ് ടു മൈനസ് കെ മൈനസ് 1 അല്ലേ. 1 റേസ് ടു എന്ത് വന്നാലും എന്താണ് 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? -1 റേസ് ടു കെ ഇൻറ്റു കെ ഫാക്ടോറിയൽ എന്ന് വരും അല്ലേ. 1 റേസ് ടു മൈനസ് കെ മൈനസ് 1 1 തന്നെയാണ്. 1 റേസ് ടു എന്ത് വന്നാലും 1 ആണ്. സോ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എഫ് കെ ഓഫ് 1 ആരാ? -1 റേസ് ടു കെ കെ ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സമ്മേഷൻ കെ ഫ്രം 0 ടു n. ഇവിടെ n ആയത് നമ്മൾ പോളിനോമിയലായിട്ട് എടുത്തത്. ഇവിടെ നമ്മൾ ടൈലർ സീരീസ് ആണ് ഇത് വരുന്നത്. പോളിനോമിയലാകുമ്പോൾ നമ്മൾ എന്നിൽ സ്റ്റോപ്പ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ എഫ് കെ ഓഫ് 1 എന്ത് വരും? -1 റേസ് ടു കെ ഇൻറ്റു കെ ഫാക്ടോറിയൽ ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് -1 റേസ് ടു കെ അല്ലേ. ഈ കെ ഫാക്ടോറിയൽ കട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു സമ്മേഷൻ കെ ഫ്രം 0 ടു n -1 റേസ് ടു കെ എക്സ് -1 റേസ് ടു കെ. ഓക്കെ, ഈ സ്റ്റെപ്പ് ഒന്നും അവിടെ നോട്ടിലുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് എഴുതി ചേർക്കട്ടോ. ഒന്ന് എഴുതി ചേർക്കട്ടോ. ഓക്കെ, നമ്മളിനി അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. എഫ് ഓഫ് 3 = 1/3 അല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ Pn ഓഫ് 3, അപ്പോൾ നമ്മൾ ഈ പോളിനോമിയൽ വെച്ച് ചെയ്യാനല്ലേ പറഞ്ഞത്. നമ്മുടെ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ 1/f(x) = 1/x. അപ്പോൾ നമ്മൾ ഈ പോളിനോമിയൽ ഇപ്പോൾ ഈ ഫോർമുല എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ Pn ഓഫ് 3 കിട്ടണം. അപ്പോൾ നമ്മൾ ആ ഒരു ടേബിൾ ഇല്ലേ, അതിൻ്റെ താഴെയുള്ള ടേബിൾ ഇൻക്രീസിങ് വാല്യൂസ് ഓഫ് n, വി ഒബ്റ്റെയിൻ ദ വാല്യൂസ് ഇൻ ടേബിൾ. നമ്മൾ Pn ഓഫ് 3. അപ്പോൾ n നമ്മൾ 0 എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു Pn ഓഫ് x ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ x-ന് 3 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? n 0 ആവുമ്പോൾ നമുക്ക് Pn ഓഫ് 3 എന്ന് കിട്ടും, 1 കിട്ടും. n 1 ആവുമ്പോൾ -1 കിട്ടും, Pn ഓഫ് 3. 2 ആവുമ്പോൾ 3, 3 ആവുമ്പോൾ -5, 4 ആവുമ്പോൾ 11, 5 ആവുമ്പോൾ -21, 6 ആവുമ്പോൾ 43, 7 ആവുമ്പോൾ -85. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മൾ ഈ എഫ് ഓഫ് 3 = 1/3നെ നമ്മൾ ഈ Pn ഓഫ് 3 വെച്ചിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? വേറൊരു രൂപത്തിലല്ലേ, 1 -1 3 -5 ഇങ്ങനെ മാറിയില്ല. നമുക്കൊരു ഡിഗ്രി കൂടുന്തോറും നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല. ഇനാക്യുറേറ്റ് ആണിത് അല്ലേ. നമുക്കിത് എന്താണ് നമുക്ക് എന്താ പറയുക? Pn ഓഫ് 3 സോറി എഫ് ഓഫ് 3 നമുക്ക് എഫ് ഓഫ് 3 = എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 1/x. അപ്പോൾ എഫ് ഓഫ് 3 കാണാനോ പറഞ്ഞിട്ടില്ല. അപ്പോൾ 1/3 നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് എന്താണ് ഒരു ഇനാക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് for the Taylor polynomials, all the information used in the approximation is concentrated. നമുക്ക് ഒരു സിംഗിൾ നമ്പറിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുക. പക്ഷെ നമുക്ക് ജനറലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നമുക്ക് എന്താ ഹയർ ഡിഗ്രി കൂടുന്തോറും നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന കേസ് നമ്മൾ കാണിച്ചു, എഫ് ഓഫ് എക്സ് = e⁻x കേസിൽ. പക്ഷേ ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് = 1/x നമ്മൾ അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം? Taylor polynomials. The primary use of Taylor polynomials in numerical analysis is not for approximation purpose. നമ്മൾ ഈ ടൈലർ പോളിനോമിയൽസിനെ നമ്മൾ അപ്രോക്സിമേഷൻ പർപ്പസിനല്ല കാര്യമായിട്ട് യൂസ് ചെയ്യുക. എന്താണ്? ഡെറിവേഷൻ ഓഫ് ന്യൂമറിക്കൽ ടെക്നിക്സ് ആൻഡ് എറർ എസ്റ്റിമേഷൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ടൈലർ പോളിനോമിയൽസ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ നോട്ടിൽ പറഞ്ഞത് എന്താണ്? നമുക്ക് പോളിനോമിയലിൻ്റെ കേസ് പറഞ്ഞു അല്ലേ. പോളിനോമിയൽ പറഞ്ഞു,
ഈ പോളിനോമിയലിനെ നമുക്ക് എന്തുകൊണ്ടാണ് പോളിനോമിയൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയതെന്ന് പറഞ്ഞു. എന്താണ് ഒരു റീസൺ എന്താണ്, നമുക്ക് എന്താ കണ്ടിന്യൂസ് ഫംഗ്ഷൻ വെച്ച് നമുക്ക് ഈ പോളിനോമിയൽ അപ്രോക്സിമേറ്റ് ചെയ്യാം. രണ്ടാമത്തെ റീസൺ നമ്മൾ പറഞ്ഞു എന്താണ് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ഈസി ആയിട്ട് വരും ഇങ്ങനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ വെച്ച് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്താൽ. ഓക്കെ, പിന്നെ നമ്മൾ അതിനൊരു ജനറൽ റിസൾട്ട് ആക്കി വെയർസ്ട്രാസ് തിയറം പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ടെയ്ലർ പോളിനോമിയൽ പറഞ്ഞു. ടെയ്ലർ പോളിനോമിയലിൽ ശരിക്കും എന്താണ് ഒരു ഗിവൺ പോയിന്റിൽ സ്പെസിഫിക് പോയിന്റിൽ നിയറിലാണ് നമ്മൾ പറയുക എന്ന് പറഞ്ഞു. ആ ഇന്റർവെല്ലിൽ മൊത്തത്തിൽ നമുക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e⁻x. അങ്ങനെ ഡിഗ്രി കൂടുന്തോറും നമുക്ക് എന്താണ് ആക്യുറസി കിട്ടുന്നതിന് എക്സാമ്പിൾ കാണിച്ചു. e⁻x കിട്ടാത്തത് നമ്മൾ എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x കേസിനും കാണിച്ചു. ഇത്രയാണ് ഈ ഒരു നോട്ടിലുള്ളത് കേട്ടോ, നോട്ട് ലെവലിലുള്ളത്.